എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ ഫോട്ടോഷോപ്പ് പഠിച്ചിറങ്ങുന്ന ആരും ഒരു കംപ്ലീറ്റ്ലി ഡിസൈനർ അല്ല. ഇന്നത്തെ കാലത്ത് ഫോട്ടോഷോപ്പ് മാത്രം പഠിച്ചിറങ്ങുന്ന ഒത്തിരി പിള്ളേരുണ്ട്. പക്ഷേ ഒരു പോസ്റ്റർ ഡിസൈൻ ചെയ്യുമ്പോൾ ചെക്കാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഓർക്കം ചെയ്യാനായിട്ട് ഞാൻ 3 കാര്യങ്ങൾ പറഞ്ഞുതരാം. നമ്പർ 1 ഫോട്ടോഷോപ്പ് ഇൻ്റർഫേസ്, നമ്പർ 2 ടെക്സ്റ്റ് അലൈൻമെൻറ്റ്, നമ്പർ 3 കളർ മാനേജ്മെൻറ്റ്. ഒരു ബിഗിനറായ ഡിസൈനർ ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് പറയുന്നത് ഒത്തിരി ഫയൽ വെറുതെ ഓപ്പൺ ആക്കിയിട്ട് എന്നുള്ളതാണ്. നമ്മളൊരു കണ്ടൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്യാം, എന്നിട്ട് ഓരോന്നായി അറേഞ്ച് ചെയ്യാം. അതായത് നമ്മൾ പോസ്റ്റർ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ടെക്സ്റ്റുകളിലെ കളേഴ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ പോസ്റ്ററിൽ ഏത് ഒബ്ജക്റ്റാണോ കൊടുത്തിരിക്കുന്നത് മാക്സിമം ആ കളർ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. പോസ്റ്ററിൻ്റെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് തന്നെ ക്ലോക്കാണ്. ഈ ക്ലോക്കിൻ്റെ നീഡിലിൻ്റെ കളർ നമ്മൾ ടെക്സ്റ്റിന് കൊടുക്കുമ്പോഴാണ് പോസ്റ്ററിന് കൂടുതലായിട്ടുള്ളൊരു ലുക്ക് ഫീൽ ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ പോസ്റ്ററിൻ്റെ ഔട്ട് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ക്യാച്ച് ചെയ്യും. ഫൈനലി ടെക്സ്റ്റ് അലൈൻമെൻ്റ് ആണ്. നമുക്ക് തന്നിരിക്കുന്ന കണ്ടൻറ്റിലെ ഏത് സെൻറ്റൻസാണോ ഹൈലൈറ്റ് ആയി കൊടുക്കേണ്ടത് ആ സെൻറ്റൻസ് മാത്രം നമ്മൾ ഹൈലൈറ്റ് ചെയ്യുക. അതിനുശേഷം താഴെ കൊടുത്തിരിക്കുന്ന സബ് പോയിൻറ്റുകളും അതിനനുസരിച്ചിട്ട് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്യുക. ഇത്തരം ഡിസൈൻ ടിപ്സിനായി ഇന്ന് തന്നെ ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക.